ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗരിയമ്മ മഹിമയോട് മുകുന്ദനെ കുറിച്ച് പറയുകയാണ്. മുകുന്ദൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊക്കെ പറയാം കേട്ടോ. അത് മഹിമയുടെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് ഗൗരിയമ്മ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ആ സമയത്ത് മഹിമയുടെ മുഖം ഒന്ന് വാടുകയാണ്. എന്നിട്ട് ഗൗരിയമ്മയോട് പറയാണ് മഹിമ, എന്തിനാ അമ്മേ ഇങ്ങനെ ധൃതി പിടിച്ച് വക്കീലിൻ്റെ വിവാഹമൊക്കെ ആലോചിക്കുന്നത്? ആദ്യം വക്കീൽ മജിസ്ട്രേറ്റ് പരീക്ഷയൊക്കെ ഒന്ന് എഴുതിയിട്ട് സ്വന്തം കാലിൽ നിൽക്കട്ടെ. എന്നതിൻ്റെ ശേഷം അമ്മ ഏത് പെൺകുട്ടിയാണോ അമ്മ കാണിച്ചു കൊടുക്കുന്നത് ആ പെൺകുട്ടിയെ വക്കീൽ കല്യാണം കഴിച്ചോളും. അല്ലാതെ വക്കീലിന് പ്രേമമൊന്നും സെറ്റാവില്ല. ഒരു പ്രണയത്തിൽപ്പെട്ട് വക്കീൽ കാണിച്ചു കൂട്ടിയതൊക്കെ ഗൗരിയമ്മക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് വക്കീലിനെ കൊണ്ട് ഇനി പ്രണയിപ്പിക്കാനൊന്നും നിൽക്കണ്ട എന്നങ്ങ് പറയട്ടോ. അവനതിന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടേണ്ടേ എന്ന് പറയുമ്പോൾ വക്കീലിന് ഇഷ്ടം പോലെ നല്ല പെൺകുട്ടികളെ കിട്ടും. വക്കീലിന് എന്താ ഒരു കുറവുള്ളത്? അത്യാവശ്യം സൗന്ദര്യമില്ലേ, പിന്നെ നല്ലൊരു മനുഷ്യനും കൂടിയാണ്. പിന്നെ പോരാത്തതിന് ഇതുപോലെ ഒരു അമ്മയെ ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കുക അമ്മായിയമ്മയായി കിട്ടാനി എന്ന് പറയുമ്പോൾ ഗൗരിയമ്മക്ക് അത് ഒരുപാട് ഇഷ്ടമാവുക. അങ്ങനെ ഗൗരിയമ്മ മഹിമയോട് നന്ദിയൊക്കെ പറയണേ. എന്നിട്ട് മഹിമയുടെ കല്യാണക്കാരത്തെ കുറിച്ച് കൂടി എടുത്തിട്ടുകയാണ് കേട്ടോ. ആ സമയത്ത് മഹിമ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കല്യാണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. ഞാനേട്ടാ കല്യാണം ഇപ്പോൾ കഴിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ആദ്യം എക്സാമൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ജോലിയൊക്കെ ആവട്ടെ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇതിനിടയ്ക്ക് എനിക്കൊരു ചെറിയ പ്രേമമുണ്ടായിരുന്നു. ആ പ്രേമിക്കുന്ന ആളോട് ഞാൻ അതിൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ ഒരുങ്ങിയതാണ്. ആ സമയത്ത് അയാൾക്ക് പ്രേമത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ അക്കാര്യത്തെ അങ്ങ് വിട്ടു. പിന്നെ എന്നോട് വക്കീലിൻ്റെ ഉപദേശമാണ് എന്നെ ഇപ്പോൾ ഇങ്ങനെ മാറ്റിമറിക്കാനൊക്കെ കാരണമായത്. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് കല്യാണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ ശേഷം മഹിമ അവിടെ നിന്ന് പോവാൻ ഒരുങ്ങാം കേട്ടോ. ആ സമയത്ത് വക്കീലിനോട് പറയുന്നുണ്ട്, എന്നാൽ ശരി വക്കീലെ, ഞാൻ പോവട്ടെ എന്ന് പറയണ്. അപ്പോൾ തൊട്ടരികിൽ തന്നെ ഗിരി നിൽക്കുന്നുണ്ട്. പക്ഷേ ഗിരിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഗൗരിയമ്മ ചോദിക്കുകയാണ്, അല്ല മഹിമേ, നീയും ഇവനും തമ്മിൽ എന്താണ് ഇത്ര പ്രശ്നം? നിങ്ങളെന്താ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്? നിൻ്റെ ഏട്ടനല്ലേ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഏട്ടനായിട്ട് ഒരാളുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് വയ്യാവേലിയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ ഒരു ഏട്ടൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊരു ചേച്ചിയുണ്ട്, അത് മാത്രം മതി എന്ന് പറയണം കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇത്രയ്ക്കധികം പിണങ്ങാൻ എന്ന് ഗൗരിയമ്മ ചോദിക്കുമ്പോൾ ഇവൾക്ക് ഞാൻ സഞ്ജയെ രക്ഷിച്ചില്ലേ, അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിനാണ് എന്ന് മഹിമ പറയാണ്. അത് പിന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ, കാരണം എൻ്റെ ചേച്ചിയാണ് സ്റ്റേഷനിൽ അന്ന് നാണം കെട്ടത്. ഗിരിയേട്ടൻ കാരണമാണ് അന്ന് എൻ്റെ ചേച്ചിയെ ഒരുപാട് ആളുകൾ കളിയാക്കിയതും ഒക്കെ ഗിരിയേട്ടൻ കാരണമാണ്. ചേച്ചി ഇപ്പോൾ ആ മയക്കുമരുന്ന് മാറ്റിയ ശേഷം മൈദപ്പൊടി ആക്കി എന്നൊക്കെ ചേച്ചിക്കാണ് ഇപ്പോൾ അതിനുള്ള കുറ്റം മുഴുവൻ. എല്ലാവരും പറഞ്ഞ് കളിയാക്കുന്നതും എല്ലാം ചേച്ചിയാണ്. ഗിരിയേട്ടന് അതിനെക്കുറിച്ചൊന്നും അറിയണ്ടല്ലോ, സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ നീ അങ്ങനെ വല്ലാതെ ആളായി സംസാരിക്കുകയൊന്നും വേണ്ട. നീ എന്നെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ മുന്നേ ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിൻ്റെ ഈ പറയുന്ന അച്ഛൻ എൻ്റെ അച്ഛനെ കൊന്ന ആളാണ് എന്ന് പറയുമ്പോൾ അത് മഹിമയ്ക്ക് വല്ലാതെ അങ്ങ് വിഷമം വരികയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഗൗരിയമ്മക്കും വക്കീലിനും ഒക്കെ വിഷമമാവുകയാണ്. എന്നിട്ട് ഗിരി പെട്ടെന്ന് അങ്ങനെ കുറിച്ച് പറയുമ്പോൾ മഹിമ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു വാക്കാണ് പറയുന്നത്. അതുകൊണ്ട് മഹിമേ, നീ വല്ലാതെ സംസാരിക്കേണ്ട. നിൻ്റെ അച്ഛൻ ഒരു കൊലയാളിയാണ്, എൻ്റെ അച്ഛനെ കൊന്നതാണ്. പിന്നെ നീ എന്നെ ഇങ്ങനെ തിരുത്താനൊന്നും ശ്രമിക്കേണ്ട എന്നൊക്കെ പറയും. മഹിമ പറയാണ്, ഗിരിയേട്ടനെ എനിക്ക് തിരുത്താനൊന്നും ഒരു ഉദ്ദേശവുമില്ല. പക്ഷേ ഗിരിയേട്ടൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. എൻ്റെ അച്ഛൻ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഗിരിയേട്ടൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മഹിമ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ മഹിമ ആ പറയുന്ന വാക്കുകളൊന്നും ഗിരി വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഗൗരിയമ്മയും വക്കീലും ഒരുപാടങ്ങ് ചീത്ത പറയുകയാണ് ഗിരിയെ. എന്തിനാണ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? നീ ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടായിരുന്നില്ല. നീ സഞ്ജയുടെ കൂടെ നടന്ന ശേഷം നിൻ്റെ സ്വഭാവം വൃത്തികെട്ട സ്വഭാവമായിട്ടുണ്ട് എന്ന് വക്കീൽ പറയാൻ കേട്ടോ. അപ്പോൾ ഗിരി പറയുകയാണ്, അത് ഞാൻ അറിയാതെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്ന് ഗിരി പറയാട്ടോ. അപ്പോൾ ഗൗരിയമ്മ പറയും, ഞങ്ങളോടല്ല നീ ക്ഷമ ചോദിക്കേണ്ടത്, ആ പെൺകുട്ടിയോടാണ്. അവളുടെ മനസ്സ് എത്രമാത്രം അധികം വേദനിച്ചിട്ടുണ്ടാവും. അവൾ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത്. നീ അവളോടാണ് ക്ഷമ പറയേണ്ടത് എന്ന് പറയാട്ടോ. അങ്ങനെ ഗിരി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ മഹിമ മഞ്ജുവിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ മഞ്ജു ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ റൂമിലിരിക്കുന്നത്. അപ്പോൾ ഗിരി ഇങ്ങനെ പാത്തും പതുങ്ങിയും വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ടാണ് കേട്ടോ ഗിരി സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴൊക്കെ മഞ്ജുവിന് നല്ല ദേഷ്യത്തിലാണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. ഞാൻ
ഞാനിന്ന് മഹിമയെ കണ്ടിരുന്നു എന്ന് പറയട്ടോ. ഞാനും അവളുമായിട്ടൊന്ന് സംസാരമുണ്ടായി എന്ന് പറയുമ്പോൾ അത് തമാശയ്ക്ക് ഞാനങ്ങ് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അങ്ങനെ തമാശയായിട്ടൊന്നും തോന്നുന്നില്ല ഗിരിയേട്ടാ എന്ന് പറയട്ടെ. അപ്പോൾ നിന്നെ മഹിമ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്നെ വിളിച്ചിരുന്നു, എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. പക്ഷേ ഗിരിയേട്ടൻ ആ പറഞ്ഞ വാക്കുകൾ അത് അവൾക്ക് നന്നായിട്ട് തന്നെ വേദനിച്ചിട്ടുണ്ട്. ഗിരിയേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളുടെ അച്ഛനെ കുറിച്ചാണ് ഗിരിയേട്ടൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ അച്ഛൻ അങ്ങനത്തെ ഒരു ആളായിരുന്നില്ല. എൻ്റെ അച്ഛൻ സത്യസന്ധമായി ജോലി ചെയ്തിരുന്ന ആളാണ്. ഗിരിയേട്ടൻ പറഞ്ഞ വാക്കുകൾ അത് വല്ലാതെ നോവിക്കുന്ന വാക്കുകൾ തന്നെയാണ്. അതിനെക്കുറിച്ച് ഇനി സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല. ഗിരിയേട്ടനോട് എത്ര പറഞ്ഞാലും ഗിരിയേട്ടൻ വിശ്വസിക്കുന്നതുമില്ല. പിന്നെ ഗിരിയേട്ടനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും മഹിമയോട് അങ്ങനെയൊന്നും ഗിരിയേട്ടൻ പറയാൻ പാടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് ദേഷ്യത്തോട് കൂടിയിട്ടാണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജുവിൻ്റെ ഈ പിണക്കം മാറ്റാൻ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ഗിരി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗിരി മഹിമയ്ക്ക് വീണ്ടും വിളിക്കുകയാണ്. എന്നിട്ട് സോറി മോളെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് അറിയാതെ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്, മോളങ്ങ് ക്ഷമിച്ചേക്ക് എന്ന് പറയണം. ആ എന്നാൽ ശരി എന്നും പറഞ്ഞ് മഹിമ ഒന്നും പറയാതെ ഓക്കെ പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗിരി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന അതെന്താ ഇവൾ ഒന്നും പറയാതെ വെച്ചത്, ഞാൻ സോറി പറഞ്ഞതല്ലേ, അതിന് ഇത്രയ്ക്ക് വിലയുള്ളൂ, അപ്പോൾ എൻ്റെ സോറിക്ക് എന്താ തീരെ വിലയൊന്നുമില്ല, ഇവരൊക്കെ എന്താ ഇങ്ങനെ എന്നൊക്കെ സ്വയം ഇങ്ങനെ മനസ്സിൽ ഗിരി പറയാൻ കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ മഞ്ജു ബാത്റൂമിൽ നിന്ന് വരികയാണ്. ആ സമയത്ത് ഗിരി അവിടെ കണക്കുകളൊക്കെ എഴുതി വെക്കാൻ കേട്ടോ. അപ്പോൾ മഞ്ജു വരുന്നതിൻ്റെ മുന്നേ തന്നെ കണ്ണാടിയിൽ സോറി എന്നുള്ള വാക്ക് എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. മഞ്ജു എങ്ങനെയെങ്കിലും മിണ്ടാൻ വേണ്ടിയിട്ട് മഞ്ജു പിണങ്ങിയിരിക്കുമ്പോൾ ഗിരിക്ക് അത് വല്ലാത്തൊരു വിഷമം വരികയാണ്. അങ്ങനെ മഞ്ജു കണ്ണാടിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അതിൽ സോറി എന്ന് പറഞ്ഞ് സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചത് കാണുകയാണ്. അപ്പോൾ മഞ്ജു ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ ഗിരി കാണാതെ. പക്ഷേ ഗിരിയുടെ മുന്നിൽ വീണ്ടും ദേഷ്യം അഭിനയിക്കുകയാണ്. അപ്പോൾ ഗിരി മനസ്സിൽ വീണ്ടും കരുതുന്നുണ്ട്, എന്താ മഞ്ജു ഇപ്പോഴും എന്നോട് പിണക്കം മാറിയിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ മഞ്ജുവിൻ്റെ പിണക്കം മാറാൻ ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ ഗിരി ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് മഞ്ജു സ്റ്റേഷനിലെത്തിയ ശേഷം ഫ്രാൻസിസ് വീണ്ടും മഞ്ജുവിനെ കളിയാക്കാൻ കേട്ടോ. മയക്കുമരുന്ന് പൊടി എങ്ങനെയാണാവോ മൈദയായത്, അതിപ്പോൾ ഇവിടെയുള്ളവർ തന്നെ ചെയ്തതാവും എന്നൊക്കെ മഞ്ജുവിനെ അർത്ഥം വെച്ചിട്ട് ഫ്രാൻസിസ് പറയുകയാണ്. അപ്പം മഞ്ജുവിന് ദേഷ്യം വന്നിട്ട് പറയുകയാണ്, ഫ്രാൻസിസ് സാർ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതില്ലെങ്കിൽ അത് എന്നോട് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി, എന്തിനാ വെറുതെ ഇങ്ങനെ കുത്തും കോമയൊക്കെ വെച്ച് സംസാരിക്കുന്നത്? ഞാനിതിൽ നിരപരാധിയാണെന്നുള്ള കാര്യം സാറിന് നന്നായിട്ട് തന്നെ അറിയാം, പക്ഷേ വെറുതെ എന്തിനാ സാർ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കേട്ടോ. അത് കേട്ടോണ്ട് അരവിന്ദാക്ഷ സാറ് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, രണ്ടുപേരും തുടങ്ങിയോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ്, കേട്ടില്ല ഫ്രാൻസിസ് സാറ് പറയുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നമ്മളെല്ലാവരും കണ്ടതല്ലേ മയക്കുമരുന്ന് പൊടി തന്നെയാണ്, പിന്നീട് അത് മൈദപ്പൊടി ആയത് എങ്ങനെയാണെന്നുള്ളത് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയാണ് ഫ്രാൻസിസിനോട്, അത് ഇവളെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണ് ഫ്രാൻസിസേ ഉള്ളത്? അത് ലാബിൽ എവിടെയെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടാവും, അതിൽ മഞ്ജുവിന് എന്ത് പങ്കാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് പറയാണ്, ആ ഗിരി മഞ്ജുവിൻ്റെ ഭർത്താവല്ലേ, അപ്പോൾ പിന്നെ മയക്കുപൊടി എങ്ങനെ മൈദപ്പൊടിയായി എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയണം. മതി മതി സംസാരം നിർത്തിയേക്ക് എന്ന് പറയും. ഫ്രാൻസിസ് പോയി കഴിഞ്ഞ ശേഷം മഞ്ജുവിന് അത് നന്നായിട്ട് തന്നെ വിഷമാവുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഈ കേസിൽ സഞ്ജയാണ് പ്രതി എന്നുള്ളത് എനിക്ക് എങ്ങനെയെങ്കിലും തെളിയിക്കണം, അതിനുള്ള തെളിവാണ് എനിക്ക് ആദ്യം കിട്ടേണ്ടത് എന്ന് അരവിന്ദാക്ഷൻ സാറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഞ്ജുവിൻ്റെ ഫോണിലേക്ക് മുകുന്ദൻ വിളിക്കാൻ കേട്ടോ. എന്ന് പറയാണ്, സഞ്ജയ്ക്കെതിരെയുള്ള കുറച്ച് തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് മഞ്ജു എന്ന് പറയും. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, എന്നാൽ എത്രയും പെട്ടെന്ന് മുകുന്ദൻ ഇവിടേക്ക് വായോ എന്ന് പറയുമ്പോൾ അവിടേക്ക് ഞാൻ വരുന്നില്ല, സഞ്ജയ്ക്ക് ഒറ്റിക്കൊടുക്കുന്ന പോലീസുകാരൊക്കെ അവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ തെളിവുകളൊക്കെ നശിപ്പിക്കുകയുള്ളൂ, അതുകൊണ്ട് മഞ്ജു നീ ഇവിടേക്ക് വന്നാൽ മതി എന്ന് പറയാം കേട്ടോ. അങ്ങനെ മഞ്ജു നേരെ മുകുന്ദൻ്റെ വീട്ടിലെത്തുകയാണ് കേട്ടോ. എന്നിട്ട് എന്താണ് ആ തെളിവ് എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അത് പറയാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ.
അടുത്ത എപ്പിസോഡിൽ മുകുന്ദൻ തെളിവുണ്ട് എന്ന് പറഞ്ഞ് മഞ്ജുവിനെ വിളിപ്പിക്കുന്നത് ഗിരി പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഗിരിയും മഞ്ജുവും തമ്മിലുള്ള പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഗിരി പറഞ്ഞു കൊടുത്തിട്ടാണ് മുകുന്ദൻ മഞ്ജുവിനെ വിളിപ്പിക്കുന്നത്. അപ്പോൾ മുകുന്ദൻ മഞ്ജുവിനോട് പറയാണ് തെളിവ് ആ റൂമിലുണ്ട് എന്ന് പറയുമ്പോൾ മഞ്ജു അവിടേക്ക് ചെല്ലുകയാണ്. മഞ്ജു റൂമിൽ കയറിയ ശേഷം പെട്ടെന്ന് അങ്ങ് ഗിരി പുറത്തേക്ക് വന്ന ശേഷം ഗിരി അങ്ങ് ആ കഥക് അങ്ങ് കുറ്റിയിടുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു ആകെ ഞെട്ടിപ്പോവുക, എന്താ ഗിരിയേട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് മുകുന്ദൻ നിന്നെ വിളിപ്പിച്ചത്, നീ എന്നോട് പിണങ്ങിയിട്ടല്ലേ പോയത്, അപ്പോൾ നിന്നോടുള്ള ആ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് പറയണേ. എന്നിട്ട് മഞ്ജുവിനെ ഗിരി ഉമ്മ ഒക്കെ വെക്കാൻ വേണ്ടി ഒരുങ്ങാണ്ട് അപ്പോഴത്തേക്കും ആണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരൊന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗിരി ആ ഡോറ് തുറന്നു കൊടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് മഹിമയായിരിക്കും ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. അങ്ങനെ മഹിമയെ കാണുന്ന സമയത്ത് ഗിരി ഒന്നങ്ങ് പതറി പോവുകയാണ് കേട്ടോ. അപ്പോൾ മുകുന്ദനെ ആണെങ്കിൽ ഗിരി കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി എന്നും പറഞ്ഞ് മുകുന്ദനെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും ഗൗരിയമ്മയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഗൗരിയമ്മയെ കൂടി കാണുന്ന സമയത്ത് ഗിരിയുടെ പ്ലാൻ പൊളിയുകയാണ്. അപ്പോൾ ഗിരിക്ക് ഗൗരിയമ്മയെ കൂടി കാണുന്ന സമയത്ത് കൂടുതൽ വെപ്രാളം വരികയാണ് കേട്ടോ. എന്നിട്ട് മഹിമയും ഗൗരിയമ്മയും കൂടിയിട്ട് അകത്തേക്ക് വരികയാണ്. എന്നിട്ട് മുകുന്ദൻ എവിടെയെന്ന് ചോദിക്കും. ഗിരി പെട്ടെന്ന് അങ്ങ് പതറി പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗരിയമ്മ പറയുകയാണ്, ഞാൻ മുകുന്ദനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചതാണ്, അവൻ ഇതുവരെയും ചെയ്തിട്ടില്ല, അവൻ എവിടെ, അവനെ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് കലി തുള്ളുകയാണ് കേട്ടോ. എന്നിട്ട് അവനെവിടെ റൂമിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് മഞ്ജു ഒളിച്ചിരിക്കുന്ന ആ റൂമിലേക്ക് ഗൗരിയമ്മയും മഹിമയും കൂടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു കഥകിനപ്പുറത്ത് ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഗൗരിയമ്മ മഞ്ജുവിനെ കാണുന്ന സമയത്ത് അങ്ങ് പുഞ്ചിരിക്കുകയാണ്. നീ എന്താ മഞ്ജു ഇവിടെ എന്ന് ഗൗരിയമ്മ ചോദിക്കുകയാണ്. അപ്പോൾ മഹിമ കൂടി അവിടേക്ക് വരികയാണ്. അപ്പോൾ മഹിമ വെട്ടുകത്തിയൊക്കെ എടുത്തിട്ട് ഗൗരിയമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ മഹിമയും ആകെ അന്തം വിടുകയാണ്. അപ്പോൾ ഈ ചേച്ചി എന്താ ഇവിടെ എന്ന് മഹിമ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു ഒന്ന് പതറിങ്ങോട്ട് പറയുക, അത് പിന്നെ ഞാൻ കേസിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറയാണ്. അങ്ങനെ ഗിരിയുടെയും മഞ്ജുവിൻ്റെയും പതർച്ചയും വെപ്രാളവും കാണുന്ന സമയത്ത് ഗൗരിയമ്മക്ക് കാര്യം മനസ്സിലാവുകയാണ്. ആ നടക്കട്ടെ നടക്കട്ടെ, എന്ന മഹിമ നീ ഇങ്ങ് പോരെ എന്നും പറഞ്ഞിട്ട് മഹിമയും കൂട്ടിയിട്ട് ഗൗരിയമ്മ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ മഞ്ജുവും ഗിരിയും കൂടി തൊട്ടു പുറകെ തന്നെ വരികയാണ്. അവരൊരു നാണത്തോട് കൂടിയിട്ടാണ് ഗൗരിയമ്മയുടെ അടുത്തേക്ക് അപ്പോൾ പോകുന്നത്. അപ്പോൾ ഗൗരിയമ്മ മഹിമയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മഞ്ജുവും ഗിരിയും തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ്, പക്ഷേ ഭാനുമ്മയുടെ മുന്നിൽ വെച്ച് ഗിരി അങ്ങനെയൊക്കെ പെരുമാറുകയാണ്. മഞ്ജു എന്ന് പറഞ്ഞാൽ ഗിരിക്ക് അത്രയ്ക്ക് ജീവനാണെന്നുള്ള കാര്യം ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ മോളെ, അല്ലാതെ ഗിരിക്ക് മഞ്ജുവിനോട് ഒരു അകൽച്ചയും ദേഷ്യവും ഒന്നുമില്ല, രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ മഹിമയ്ക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ ഗൗരിയമ്മ. അങ്ങനെ മഹിമയുടെ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കുകയാണ്. മഞ്ജുവും ഗിരിയും തമ്മിൽ പരസ്പരം മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം